നമസ്കാരം ശ്രീ കൃഷ്ണകുമാർ. നമസ്കാരം. ആ കുംഭമേളയിൽ നിന്ന് കിട്ടിയ ഒരു പുണ്യം ഈ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കാൻ താങ്കളുടെ വാക്കുകളിലൂടെ കഴിയും. ഞാൻ എന്നും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഈ ഇൻ്റർവ്യൂവിൽ, അതായത് എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, പിന്നെ ആളുകൾ കാണുന്ന ചാനലുകളിൽ വരിക. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അനുഭവം പങ്കിടുമ്പോൾ അത് പരമാവധി ആൾക്കാരിലോട്ട് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിജയനാഥിനെ വർഷങ്ങളായി കാണുന്നൊരു വ്യക്തിയാണ്. ദൂരദർശൻ്റെ ഭാഗമായിരുന്നു, പല ചാനലുകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. AC വിലിരുന്ന കാലത്ത് കണ്ട്, ഇന്നിപ്പോൾ ABC ഇരിക്കുന്നു. പക്ഷെ ഇന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു അധ്യാപകനും കൂടിയാണെന്ന്. അപ്പോൾ അതിലേറെ സന്തോഷം ഇന്ന് എൻ്റെ അനുഭവങ്ങൾ താങ്കളുമായിട്ട് പങ്കിടാൻ. ആദ്യം തന്നെ പറയട്ടെ, മഹാകുംഭമേളയുടെ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ ഒരു പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്തു വേണം പറയാം. കാരണം ഞാനിതൊന്നും ഒരു 25-30 ദിവസം മുമ്പ് മനസ്സിൽ കരുതിയിരുന്ന ഒരു വിഷയമേ അല്ല. ഞാനിപ്പോൾ ഡൽഹിയിലാണ് താമസം. കാരണം എൻ്റെ 2-3 ബിസിനസ് സംരംഭങ്ങൾ അവിടെയാണ്. അപ്പോൾ ഈ മഹാകുംഭമേളയെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ഒന്ന് വായിച്ചു നോക്കി എന്താണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോഴാണ് പഴയ അമൃത് അസുരന്മാരും ദേവന്മാരും കടഞ്ഞതും അത് തെറിച്ചു വീണതും അതിൻ്റെ 4 സ്ഥലങ്ങളിലാണ്. നാസിക്കിലുണ്ട്, ഹരിദ്വാറുണ്ട്, പ്രയാഗ്രാജിലുണ്ട്, ഉജ്ജയിനിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്രയാഗ്രാജിലാണ് 140 വർഷം മുമ്പ് ഈ മഹാകുംഭമേള സംഭവിച്ചത്. അപ്പോൾ അതേ നക്ഷത്രങ്ങളുടെ എല്ലാ സെലസ്റ്റിയൽ പൊസിഷൻസ് വന്നിരിക്കുന്ന ആ 144 വർഷത്തിന് ശേഷമുള്ള ഈ കാലയളവിലാണ് മഹാകുംഭമേള വീണ്ടും പ്രയാഗ്രാജിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവരവിടെ പറയുന്നുണ്ട്, അന്നത്തെ എല്ലാം ഒത്തു വന്നെങ്കിലും സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, വ്യക്തികൾ മാറിയിരിക്കുന്നു, എല്ലാം മാറി വന്നിരിക്കുക, ഭരണം മാറിയിരിക്കുന്നു. വേറൊരു രാജ്യം നമ്മളെ അന്ന് കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നടന്നിരിക്കുന്നത്. അതെല്ലാം മാറിയിരിക്കുന്നു. അവിടെ തന്നെ ഒരു വളരെ നമുക്ക് കാണാവുന്നൊരു ദൈവികമായൊരു സംഭവം നടന്നിരിക്കുന്നു. ഈ മഹാകുംഭമേള എന്ന് പറയുന്നൊരു ലോകത്തെ തന്നെ മനുഷ്യരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാനും മനോഹരമായി നടത്തുവാനും ദൈവം തീരുമാനിക്കുമ്പോൾ 10 വർഷം മുമ്പ് വളരെയധികം കാഴ്ചപ്പാടുള്ള ശ്രീ നരേന്ദ്രമോദി എന്നുള്ള വിഷനുള്ളൊരു പ്രധാനമന്ത്രിയെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ താഴെ ലക്ഷ്മണനെ പോലെ അമിത്ഷായെ കൊണ്ടിരുന്നു. എന്തിനാണ്? നമുക്കിത് സുരക്ഷിതമായി നടത്തണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതും കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിനെ ക്ലീൻ ആക്കണമെന്ന് ദൈവത്തിന് വീണ്ടും തോന്നുന്നു. മഹായോഗിയായ യോഗി ആദിത്യനാഥിനെ അവിടെ കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട്, ദുഃഖകരമാണ്, നമ്മൾ ഭാരതീയർ ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെപ്പറ്റി വളരെ മോശമായി നമ്മൾ സംസാരിക്കാറുണ്ട്. ഇതും നമ്മുടെ ഭാഗമാണെന്ന് ശ്രദ്ധിക്കാതെയാണ് പറയുന്നത്. എന്തുണ്ടെങ്കിലും UP, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ കരയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ 45 കോടി ആൾക്കാരവിടെ വരുന്നു. 10,000 ഏക്കറിനകത്താണ് ഈ ഒരു ഏരിയ ഇപ്പോൾ ഈ മഹാമേള നടക്കുന്നത്. എത്ര മനോഹരമായും ചിട്ടയോടും കൂടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ ചെന്ന് കാണുമ്പോഴറിയത്തുള്ളൂ. ആരുടെയും കുറ്റം പറയില്ല. നമുക്കിവിടെ ശബരിമല പോലെ പുണ്യമായ ഒരു സ്ഥലത്തെ അത് വെച്ച് കയറുമ്പോൾ ചെറിയൊരു സ്ഥലമാണ്. അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്ന പോക്കൃത്തിനും ആഭാസത്തിനും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. അവിടെ പാവങ്ങളിൽ പാവങ്ങൾ വരുന്നു, പണക്കാർ വരുന്നു, VIP വരുന്നു, വിദേശീയർ വരുന്നു. അവിടെ ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും വരാം, അവരവരുടേതായ കർമ്മങ്ങളും സ്നാനവും ചെയ്തു പോകാം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും അത്ഭുതകരമായി നമ്മൾ കാണേണ്ടത്. എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ഈ വസ്ത്രങ്ങൾ മാറാനുള്ള ചെറിയ ഹട്ട്സ് കിട്ടിയിരിക്കുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പോൾ ഈ വാഷ്റൂംസും ടോയ്ലറ്റ്സും കിട്ടിയിരിക്കുന്നു. എണ്ണിയാൽ തീരില്ല. അവിടെ തന്നെ ഇപ്പോൾ 1-2 നടക്കാൻ പാടില്ലാത്ത സംഭവം നടന്നിരിക്കുന്നു. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് അട്ടിമറിയാണോ നടന്നതാണോ എന്നറിയാം, അത് പിന്നത്തെ കാര്യം. ഈ കോടിക്കണക്കിന്, ഞാൻ പോയ ദിവസം 3.5 കോടി ആളുകളാണ് അവിടെ വന്നിരിക്കുന്നതായിട്ടാണ് കണക്കിൽ. സംക്രമ ദിവസം. അതെ, ഇതൊന്നും ഞാൻ അറിഞ്ഞു പോകുന്നതല്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടുത്തെ ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷണർ. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് ഇത്രയും ഒന്ന് കാണുന്ന ഒരു കാര്യം പറയണമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കാണില്ല, ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഞാനും വരുന്നു. അപ്പോൾ അവിടെ താമസം അറേഞ്ച് ചെയ്യാം. ഞാൻ നിങ്ങൾ ബാ. 2 ദിവസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, എൻ്റെ കൂടെ കുറച്ച് പേരും കൂടി കാണും. ഞാൻ ബാ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രിയ സ്നേഹിതനാണ്, പക്ഷെ ഇന്ന് പുള്ളി ഒരു വലിയ ആത്മീയ ഗുരുവാണ്, ശ്രീ മോഹൻജി എന്ന് പറയും. അപ്പം ഞാൻ മോഹൻജി വിളിച്ചിട്ട്, മോഹൻജി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഇത്രയും പേരും കൂടെ ഉണ്ട്, കൃഷ്ണകുമാറല്ലേ, നിങ്ങൾ കൊണ്ടുപോകാം, നമുക്കത് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം. അദ്ദേഹത്തിനവിടെ മോഹൻജി വില്ലേജ് എന്ന് പറഞ്ഞത് തന്നെ അതിനകത്ത് ഒരു ആശ്രമം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും എന്തോ വർഷങ്ങളുടെ സ്നേഹബന്ധം കൊണ്ട് ഈ വന്നവരെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് ഞങ്ങളവിടെ പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ
ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ശ്രീ എം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള പലരുടെയും ആശ്രമങ്ങളായ ടെൻറ്റുകളുണ്ട്. ഈ ടെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വെറും ഒരു കൂടാരമല്ല കേട്ടോ. ഈ ജർമ്മൻ ഹാങ്കേഴ്സ് പോലെ വലിയ ടെൻറ്റുകളാണ്. അതിനകത്ത് ഏറ്റവും മോസ്റ്റ് മോഡേൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അവിടെ ചെന്ന് കണ്ടാലേ അത് അനുഭവിക്കണം. ഇത്ര മനോഹരമായി ലോകത്തെ ഏറ്റവും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച് സുന്ദരമായി പരാതികളില്ലാതെ കൊണ്ടുപോകുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ അങ്ങ് മോൾഭാഗം തൊട്ട് താഴെ വരെ വൃത്തിയാക്കുന്നവരെ. മറ്റൊന്ന്, എല്ലാവരുടെ സംശയം എന്തോ, വൃത്തി കാണുമോ? ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയ ജനക്കൂട്ടം വരുന്ന സ്ഥലത്ത് ഇത്രയും വൃത്തിയും വെടിപ്പുമായ ഒരു മേളയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവർ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളത് മനോഹരമായിട്ട്. അവിടെ പ്ലാസ്റ്റിക് എന്നൊരു സാധനം ഒരിടത്തും കാണുന്നില്ല. ഓക്കെ, ഇത്രയും പേര് വരുന്നുണ്ട്, അവിടെ ഇവിടെ ഇടുന്നുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ ഇത് വൃത്തിയാക്കി കൊണ്ടുവന്നു? ഈ ഗംഗയിൽ തന്നെ വണ്ടികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ആ കൺവെയർ ബെൽറ്റുള്ള വാഹനങ്ങൾ, അതായത് അവിടെ ഇടുന്ന പൂക്കളും എല്ലാം ക്ലീൻ ചെയ്യുക. ഗംഗയിൽ തന്നെ അവിടുത്തെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മതി, ഫ്ലോട്ടിംഗ്, ഈ ബ്രിഡ്ജസിന് പുറമെ ഫ്ലോട്ടിംഗ് വലിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയിട്ട് എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരിടാനുള്ള NDRFിൻ്റെ ടീം ബോട്ടുകൾ റെഡിയായി നിൽക്കുന്നു. ഒഴുകുന്ന ഹോസ്പിറ്റൽസ് നിൽക്കുന്നു, ബോട്ടിലും അല്ലാതെ പ്ലാറ്റ്ഫോമിലും. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിക്കണം. ഇത്രയും വരുന്ന ജനക്കൂട്ടം പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനത്തു നിന്ന് വരുന്നു. അവിടുത്തെ പോലീസുകാരെ അഭിനന്ദിച്ചേ പറ്റൂ, അവിടുത്തെ വൃത്തിയാക്കുന്നവരെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇതെങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഒരിടത്തും വൃത്തികേടായി കിടക്കുന്ന കാണുന്നില്ല. ഇവിടെ നമ്മൾ യു പി എന്ന് പറയുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. നമ്മൾ അഭിമാനത്തോടെ പറയേണ്ടത് ഓരോ ഭാരതീയനും. ഇത് ഭാരതീയൻ എടുത്ത് പറയാൻ കാര്യം ഇതിനകത്ത് രണ്ട് തരത്തിൽ കാണാം. ചിലർക്ക് വേണമെങ്കിൽ ഇതൊരു ഹിന്ദു മത കൂട്ടായ്മയായിട്ട് കാണാം, അല്ലെങ്കിൽ ഇതൊരു ആത്മീയ കൂട്ടായ്മയായിട്ട് കാണാം. ഞാൻ പണ്ട് തൊട്ടേ ഹൈ റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് വെച്ച് റിലീജിയസിൽ ചിന്തിക്കുന്ന തെറ്റെന്നുള്ള ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ഞാൻ എപ്പോഴും സ്പിരിച്വലി കാണുമ്പോൾ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ആത്മാവിനെ നമ്മൾ നോക്കി നമസ്തേ പറയുകയാണ്. അല്ലാതെ ഞാൻ വിജയനാഥ് ഏത് മതത്തിൽ പെടുന്നു, ഏത് ജാതിയിൽ പെടുന്നു ഒന്നുമില്ല. നിങ്ങളുടെ ഒരു ലൈഫുണ്ട്, ആ ലൈഫിനെ നോക്കിയാണ് നമ്മൾ നമസ്തേ പറയുന്നത്. അതുകൊണ്ട് സ്പിരിച്വലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ തന്നെ പകുതി പ്രശ്നങ്ങൾ കാണത്തില്ല. അതിൻ്റെ തെളിവാണ് അവിടെ എല്ലാ മതസ്ഥരും വരുന്നുണ്ട്. ഈ മോഹൻജിയുടെ ആശ്രമത്തിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഈ ക്യാമ്പിനകത്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് വിദേശ സർവകലാശാലകളിൽ നിന്ന് ഗവേഷകർ എത്തുന്നു. മറ്റൊന്നുമല്ല, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, കാരണം ഗവേഷണം നടത്താൻ ആയിരക്കണക്കിന് അവസരങ്ങൾ. കാരണം നമ്മളിപ്പോൾ യൂറോപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ കുറച്ചകത്ത് വില്ലേജിൽ പോയിട്ട് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഭയം തോന്നിത്തുള്ളൂ. കാരണം മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാനില്ല. റോഡ് ക്രോസ് ചെയ്യാൻ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ 20 മിനിറ്റ് നിൽക്കുന്നു, അവിടെ 20 മിനിറ്റ് നിന്നാൽ ഒരു വാഹനത്തെ കാണാൻ പറ്റുന്നു. മനുഷ്യവാസമില്ല, ഒന്നുമില്ല. അവരിവിടെ വന്നിട്ട് അവർക്ക് ആനന്ദമാണ്. കാരണം ജീവിതത്തിൽ മനുഷ്യജീവികളെ കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു, ഇടപഴകാൻ പറ്റുന്നു. അതും അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പ്രാവർത്തികമായി അവിടെ കാണാൻ പറ്റും. എവിടെ ചെന്നാലും ചിരിക്കുന്ന മുകൾ, അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒരു പരിചയം വേണ്ട, നമ്മൾ ചിരിക്കും, നമ്മൾ സഹായിക്കും. അപ്പോൾ അവർ സ്വാഭാവികം ഇവിടെ വരുമ്പോൾ അവർക്കിത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ കണ്ട വലിയൊരു സമത്വത്തിൻ്റെ ഒരു വലിയ ഇടമായിട്ട് നമുക്കിതിനെ കാണാം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അവിടുത്തെ ഈ കുംഭമേളയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പലരും ചോദിക്കുന്നത്, അവിടെ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ട് നമുക്കറിയാം സ്നാനമാണ് എന്നുള്ളതറിയാം. അതിൻ്റെ ഒരു ക്രമം ഏത് തരത്തിലാണ്? അല്ല, ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത സൂര്യനെ പോലെയെന്ന് പണ്ട് പറയും. അതായത് സൂര്യൻ വെളിച്ചവും ചൂടും കൊടുക്കും. അത് നല്ല ആളോ ചീത്തയാളോ നിങ്ങളത് ഒന്നും നോക്കത്തില്ല. ഇതുപോലെയാണ് അവിടെയും. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്നു. ആബ്സല്യൂട്ട്ലി. എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഒന്നും അറിവില്ല ഇതിനെപ്പറ്റി. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ഗുരു പറഞ്ഞു തന്നു, 3 തവണയാണ് സാധാരണ ആൾക്കാർ സ്നാനം ചെയ്തതിന് മുങ്ങിക്ക് എണീക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ. ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. ആദ്യം നമ്മൾ വേണം. നമ്മളില്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് കുറേ നന്മകൾ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്, ഇനിയും തുടർന്ന് കിട്ടാം. എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഇതുവരെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ജീവനും തന്നതിന് നന്ദി പറഞ്ഞ് ഒന്ന് നിങ്ങൾ മുങ്ങിക്കയറുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഭാര്യ മക്കളുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത ബന്ധുക്കൾ, നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കുറേ വരുമല്ലോ. അവർക്കെല്ലാവർക്കും വേണ്ടി നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടും അവർ ചെയ്ത നല്ല ഗുണങ്ങൾക്കുമായിട്ട് നമ്മൾ ചെയ്തു പോവുക. മൂന്നാമതായിട്ട് മുങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, ഇവരെ എല്ലാവരെയും നമുക്ക് ഓർക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ശത്രുക്കൾക്ക് വരെ നല്ലത് വരട്ടെ എന്ന് ആലോചിക്കുക. അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു. അബ്സല്യൂട്ട്ലി. ലോകം നന്നായിരുന്നാൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ
പിതൃക്കളൊക്കെ ആദ്യത്തിൽ വരുന്നുണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് മുങ്ങുക, കയറുക. പക്ഷെ അവിടെ ഈ പറഞ്ഞില്ല സ്നാനം എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മരവിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ. കാരണം നമ്മുടെ ഇവിടുത്തെ പുഴകളിലോ നദികളിലോ കുളങ്ങളിലോ ഒന്നും ഇത്തരം തണുപ്പില്ലല്ലോ, എപ്പോഴും വാമായിരിക്കുന്ന വെള്ളമാണല്ലോ. പക്ഷെ അവിടെ നിന്നൊരു കാര്യം പിടികിട്ടി, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 3 സെക്കൻഡ് ഒരു മരവ് കൊണ്ട്, അത് കഴിഞ്ഞാൽ ശരീരത്തിന് അസാമാന്യമായ കഴിവുകളുണ്ട് ഇതുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല, നല്ല സുഖം, വെള്ളത്തിന് വെളിയിലാണ് തണുപ്പ്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ, ഇതും വിശ്വാസത്തിൻ്റെയാണ് ഓരോരുത്തരുടെ, വെള്ളത്തിനെല്ലാം ഒരു എനർജി ഉണ്ട്. നമ്മൾ ആ ഗംഗയിൽ ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൻ്റെ എനർജി നമ്മൾ ഫീൽ ചെയ്ത് തുടങ്ങുക. ഇതെല്ലാം ഒരു ഫീൽ. ഇപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം വിജയനാഥിന് പറഞ്ഞുതരാം, ഇങ്ങനെ പറയാനേ പറ്റും. അത് വിജയനാഥ് അനുഭവിച്ചാലേ ആ അനുഭവം വിജയനാഥിൻ്റെ അനുഭവം. അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന പലരും ഇതേ കൂട്ടത്തിൽ തന്നെ എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ എന്നെ പരിചയമില്ലാത്തവർക്ക് മെസ്സേജ് ചോദിക്കുന്നു, എങ്ങനെയാണ് അവിടെ എത്തേണ്ടത്? കാരണം ശരിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെ അവിടെ എത്താം? കാരണം ഇത് ഉത്തർപ്രദേശിൻ്റെ നമ്മളൊരു പടം നോക്കിയാൽ വലത്ത് ഭാഗം വേണേൽ പറയാം, അതായത് ബീഹാറിനോട് ചേർന്ന് വരിക്കുന്ന ആ ഭാഗത്തോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഡൽഹിയിൽ നോക്കുമ്പോൾ 634 കിലോമീറ്ററാണ് പ്രയാഗ്രാജിലേക്ക്. പക്ഷേ ട്രെയിനുകൾ ഫുള്ളാണ്, ഫ്ലൈറ്റുകൾ ഫുള്ളാണ്, റോഡ് മാർഗമാണ് നിറയെ പേര് പോകുന്നത്. അപ്പോഴും ട്രെയിൻ വഴിയാണ് ഞാൻ പോയത്. കാരണം ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ടങ്ങ് എത്തും. നമുക്ക് ഉത്തർപ്രദേശ് എന്താണ്, ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ഇതൊന്നും അറിയാൻ പറ്റില്ല. 93 ആദ്യ സിനിമ കാശ്മീരത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. അതിന് ശേഷം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കൊരിതുണ്ട്, ആ റെയിൽവേ സ്റ്റേഷൻ വഴി പോകണം. നമ്മൾ അത്ഭുതം തോന്നും, അവിടുത്തെ ട്രെയിനുകൾ 5 or 6 ട്രാക്കുകളായി കഴിഞ്ഞു യു പിക്കകത്ത് മുഴുവൻ. 130 കിലോമീറ്ററിലാണ് രാജധാനി മുതൽ കുറേ ട്രെയിനുകൾ, എല്ലാ 10 മിനിറ്റിലും ട്രെയിനുകൾ പോവുക. വന്ദേ ഭാരത് ഇങ്ങനെ നിരനിരയായിട്ട് പോവുക. ഇത്രമാത്രം വികസനങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശായി. ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ടാൽ. 130 പോകുന്ന ട്രെയിൻ 6 മണിക്കൂർ, എത്ര 50 മിനിറ്റിലെ കൊണ്ട് നമ്മൾ പ്രയാഗ്രാജ് എത്തുന്നു. അപ്പോൾ ഒരു മാർഗം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ പോകാം, പ്രയാഗ്രാജിൽ തന്നെ എയർപോർട്ടുണ്ട്, അപ്പുറത്ത് വാരണാസിയിലും എയർപോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 തരത്തിലാണ് ഇവിടുന്ന് ആൾക്കാർ. ചിലർ ഡൽഹിയിൽ നിന്ന് നേരെ വാരണാസിക്ക് പോകും. വാരണാസി എന്ന് വെച്ചാൽ പ്രയാഗ്രാജിൽ കഴിഞ്ഞ് 120 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഇന്ന് പ്രയാഗ്രാജിനേക്കാൾ ഹോട്ടൽസ് ഉണ്ട്. കാരണം രാമക്ഷേത്രം വന്നതുകൊണ്ട് അവിടെ കുറച്ചുകൂടി വികസനം വന്നു കഴിഞ്ഞു. പലരും അവിടെ പോയിട്ട്, അതായത് ട്രെയിൻ മാർഗമോ ഫ്ലൈറ്റ് മാർഗമോ വാരണാസിയിൽ ഇറങ്ങിയിട്ട് വാരണാസിയിൽ രാമൻ്റെ അമ്പലം കണ്ടിട്ട് അവിടെ നിന്ന് കാറിൽ പ്രയാഗ്രാജിൽ പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഈ കൂട്ടവും ബഹളത്തിലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ രാവിലെ 8 മണിക്ക് മുൻപായി വരാൻ ശ്രമിക്കുക. കാരണം റോഡുകൾ ബ്ലോക്ക് ചെയ്യും പലയിടത്തും. വൈകുന്നേരം 3:30 നിങ്ങൾ ഇവിടെ നിന്ന് പോകാനും നോക്കുക. ഇതാണ് അവിടുത്തെ പോലീസുകാർ പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ മാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലാവുന്നത്. പോകുമ്പോൾ എപ്പോഴും റൂം ബുക്ക് ചെയ്ത് ഉറപ്പാക്കിയിട്ട് പോകണം. ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഏതുവഴി പോകുന്ന അല്ലെങ്കിൽ കാറാണെങ്കിൽ അതിൻ്റെ യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പോകാമെന്ന് എല്ലാവർക്കും പറയും. കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പേര് വരുന്നുണ്ട്, വാഹനത്തിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.